യെസ്, നമ്മൾ നേരെ പോകുന്നത് ലോക്സഭയിലേക്കാണ്. അവിടെ ഭരണഘടനാ ദിനാചരണ പ്രത്യേക പരിപാടി നടക്കുകയാണ്. അതിലേക്ക് किसी को इंटीमेशन नहीं था, सब प्लान से पहले आ गए। ഭരണഘടനാ ദിനാചരണത്തിന്റെ പ്രത്യേക പരിപാടിയാണ് ലോക്സഭയിൽ ഇപ്പോൾ നടക്കുന്നത്. പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിച്ചാണ് ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഒപ്പം രാഷ്ട്രപതിയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഭരണഘടനയുടെ അന്തിമ രൂപത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയിട്ട് ഇന്നേക്ക് 76 വർഷം തികയുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഈ ചടങ്ങ്. संविधान सदन की जहां आज कार्यक्रम का आयोजन किया जा रहा है। संविधान दिवस के मौके पर राष्ट्रीय संविधान दिवस आज 11वां, और अब से कुछ ही देर में कार्यक्रम शुरू होगा क्योंकि प्रधानमंत्री नरेंद्र मोदी, उपराष्ट्रपति सीपी राधाकृष्णन वहां पर पहुंच चुके हैं। और अब से कुछ ही देर में जब राष्ट्रपति द्रौपदी मुर्मू वहां पर पहुंचेंगी तो कार्यक्रम वहां पर शुरू किया जाएगा। आज का जो ये अवसर है वो भारत द्वारा संवैधानिक मूल्यों और लोकतांत्रिक परंपराओं के प्रति अपनी प्रतिबद्धता की पुनः पुष्टि का ये प्रतीक है। आज के कार्यक्रम की अगर हम बात करें तो राष्ट्रपति द्रौपदी मुर्मू इस समारोह की अध्यक्षता करेंगी, और इस दौरान भारत के उपराष्ट्रपति, प्रधानमंत्री, लोकसभा अध्यक्ष, केंद्रीय मंत्री और साथ ही दोनों सदनों के सांसद इस कार्यक्रम में शामिल होते नजर आएंगे। और ये सीधी तस्वीरें भी इस समय हम आपको दिखा रहे हैं जहां पर अब से कुछ ही देर में ये कार्यक्रम शुरू होगा। संसद भवन का ये संविधान सदन ऐतिहासिक केंद्रीय कक्ष जहां पर एक कार्यक्रम സജു തോമസ് ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. സജു, പഴയ പാർലമെന്റ് മന്ദിരത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങിന് സംബന്ധിക്കും. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയാണ് ഇന്ന്. ഈ ദിവസത്തിൽ എല്ലാവരും, അതായത് പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലേ? असमिया भाषा में भारत के संविधान का भी आज लोकार्पण किया जाएगा, और इसके साथ ही संस्कृति मंत्रालय द्वारा तैयार स्मारक पुस्तिका भारत की संविधान और कैलीग्राफी നൗഫൽ, ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അടക്കമുള്ളവർ രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ വേണ്ടി പാർലമെന്റ് സെനറ്റ് ഹാളിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷമാണ് പാർലമെന്റിൽ ഈ ചടങ്ങുകൾ ആരംഭിക്കുക. 1949 നവംബർ 26-നാണ് പാർലമെന്റ് ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത്. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിനെ അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ദിവസം ആരംഭിക്കുക തന്നെ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. രാഷ്ട്രപതി, അതോടൊപ്പം പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. മിക്കവാറും BJP MP-മാർ, മന്ത്രിമാർ അടക്കമുള്ളവർ എല്ലാവരും തന്നെ ഇപ്പോൾ സെനറ്റ് ഹാളിൽ എത്തിയിട്ട് അല്പസമയത്തിന് ശേഷമാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുക. 76-ാമത് ഭരണഘടനാ ദിനം രാജ്യം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിന്റെ യശസ് ഉയർത്തിക്കൊണ്ട് തന്നെ ഭരണഘടനയിലൂടെ അല്ലെങ്കിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ദിവസത്തിന് മുൻപോട്ട് പോകാൻ ആവട്ടെ എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാ ജനങ്ങളും മുൻപോട്ട് പോകുന്നത്. അത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 76-ാമത് ദിനം, അതായത് 76-ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ളവർ എന്താണ് രാജ്യത്തോട് പറയാനുള്ളത് അല്പസമയത്തിനകം കൂടി വ്യക്തമാകും.
जब हम संविधान की बात करते हैं 1949 നവംബർ 26-നാണ് ഭരണഘടനയ്ക്ക് അന്തിമ രൂപം നൽകിയത്. ഇതിന്റെ ഭാഗമായാണ് ഭരണഘടനാ ദിനാചരണം നടക്കുന്നത്. അതിന്റെ ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. രാഷ്ട്രപതി അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തും. തുടർന്ന് ചടങ്ങുകൾ ആരംഭിക്കും. വിവരങ്ങളാണ് സജു തോമസ് നൽകിയത്.